എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇതില്ലെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ദ അപ്പിയറിംഗ് ഓഫ് ദ ഗ്ലോറി ഓഫ് അവർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ക്രൈസ്റ്റ് ജീസസ്. നമ്മുടെ മഹാദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത, ഭാവികാല രക്ഷയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് വേർഷൻ എടുത്താലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ 3 പ്രത്യക്ഷതകളാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ 3 കാലങ്ങൾ. ഒന്നാമത്തേത് സ്തോത്രം ഭാഗ്യകരമായ, അവിടെ പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യക്ഷത കഷ്ടം സഹിപ്പാനായി കൃപയിൽ വെളിപ്പെട്ട ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ യേശു എന്തിനാ വന്നത്? കഷ്ടം സഹിപ്പാനായിട്ടാണ് വന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ടതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് സകലത്തിന്മേലും വാഴുവാൻ ഏദനിൽ അധികാരം കൊടുത്തെങ്കിൽ ആ അധികാരം കൈമോശം വന്ന സ്ഥാനത്ത് ദൈവം കയ്യും കെട്ടിയിരുന്നില്ല. 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൻ്റെ അകത്ത് വാഗ്ദത്തം കൊടുത്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. സ്തോത്രം. കാലത്തിൻ്റെ തികവിങ്കൽ വെളിപ്പെടാനുള്ളവൻ വെളിപ്പെടുക തന്നെ ചെയ്തു. അതേക്കുറിച്ച് സ്തോത്രം പ്രവാചകന്മാരിൽ കൂടി അനേക വാഗ്ദത്തങ്ങൾ നൽകി തന്നത് വള്ളിപ്പുള്ളി തെറ്റാതെ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളത് നിവർത്തിയായി. മീഖാ പ്രവാചകൻ അത് കൃത്യമായിട്ട് യേശുക്രിസ്തു എവിടെയാ ജനിക്കുന്നതെന്ന് സ്തോത്രം വ്യക്തമായി പറഞ്ഞു. നീയോ സ്തോത്രം ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയിപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തായെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം ബേത്ലഹേമിൽ ജനിക്കാനിരുന്നവനെ കുറിച്ചുള്ള കാര്യം കൃത്യമായിട്ട് പ്രവചിച്ചു. കൃത്യമായിട്ട്. ഹല്ലേലൂയ. യെശയ്യാവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് 700 സംവത്സരങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. യെശയ്യാവ് 9:6 മുതൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാന പ്രഭു, അവൻ നിത്യപിതാവ്.